ഇന്ന് ഡിസംബർ 28. നമുക്കറിയാം, സാധാരണക്കാർക്ക് ഒരുപക്ഷെ കലണ്ടറിലെ വെറുമൊരു തീയതിയായി ഇതിനെ കാണും. പക്ഷേ ചരിത്രം ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? അസാധ്യമായതിനെ കീഴടക്കിയവരുടെ ഉദയമെന്നാണ്. ഭാരതത്തിന്റെ അഭിമാനങ്ങളായ രത്തൻ ടാറ്റയും അരുൺ ജെയ്റ്റ്ലിയും ഇന്നിതാ നമ്മുടെ ചിന്തകളിൽ അഗ്നി പടർത്തുകയാണ്. ലോകം കൈയൊഴിഞ്ഞപ്പോഴും പ്രതിസന്ധികൾ കടപുഴക്കാൻ നോക്കിയപ്പോഴും പതറാതെ നിന്ന ഒരാളുണ്ട്, രത്തൻ ടാറ്റ. അദ്ദേഹം പഠിപ്പിച്ചു തന്ന പാഠം ഒന്നാണ്: നിങ്ങളെടുത്ത തീരുമാനങ്ങൾ ശരിയാണോ എന്ന് നോക്കി നിൽക്കരുത്, പകരം എടുത്ത തീരുമാനങ്ങളെ ശരിയെന്ന് തെളിയിക്കുക. ആരെങ്കിലും നിങ്ങളെ താഴ്ത്തിക്കെട്ടുമ്പോൾ ഓർക്കുക, ഒരു ടാറ്റ സാമ്രാജ്യം നിങ്ങളുടെ ഉള്ളിലും ഉറങ്ങിക്കിടപ്പുണ്ട്. വെല്ലുവിളികളെ പുഞ്ചിരിയോടെ നേരിടുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ, കടലുകൾക്കപ്പുറമുള്ള വലിയ കമ്പനികൾ ടാറ്റയെ പരിഹസിച്ചപ്പോൾ അവയെല്ലാം സ്വന്തമാക്കി ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യയുടെ പതാക നാട്ടിയ ആ പഴയ ടാറ്റ സ്റ്റൈൽ. രത്തൻ ടാറ്റ നമ്മെ പഠിപ്പിച്ചത് ഇതാണ്: സിംഹം ഇരപിടിക്കാൻ തുടങ്ങുമ്പോൾ ഗർജിക്കാറില്ല, അത് അതിൻ്റെ പ്രവൃത്തിയിലൂടെയാണ് ശക്തി തെളിയിക്കുന്നത്. വിനയം നിങ്ങളുടെ ആയുധമായാൽ ലോകം നിങ്ങളുടെ മുന്നിൽ തലകുനിക്കും. മറ്റൊരു വശത്ത് സങ്കീർണമായ നിയമങ്ങളുടെയും രാഷ്ട്രീയത്തിൻ്റെയും ചതുരംഗക്കളത്തിൽ ബുദ്ധി കൊണ്ട വിസ്മയം തീർത്ത അരുൺ ജെയ്റ്റ്ലി. അദ്ദേഹം പറഞ്ഞത് എന്താണ്? വിജയിക്കാൻ നിങ്ങൾക്ക് ഒച്ചപ്പാടുകളുടെ ആവശ്യമില്ല, മറിച്ച് ശരിയായ ലക്ഷ്യവും തളരാത്ത മനസ്സ് മതി. നിശബ്ദമായിരുന്ന് ലോകം കേൾക്കുന്ന രീതിയിൽ വിജയിക്കുക. ആ കലയാണ് അദ്ദേഹം നമുക്ക് പകർന്നു നൽകിയത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കുക: നിങ്ങൾ വെറുമൊരു കാഴ്ചക്കാരനാണോ, അതോ നിങ്ങളുടെ ജീവിതത്തിലെ നായകനാണോ? ഇന്ന് ജോലിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പഠിക്കാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഓർക്കുക, ടാറ്റയുടെ ആ നിശ്ചയദാർഢ്യവും ജെയ്റ്റ്ലിയുടെ ആ തന്ത്രപരമായ ബുദ്ധിയും നിങ്ങളുടെ ഉള്ളിലുമുണ്ട്. പരാജയങ്ങളെ ഭയപ്പെടരുത്, പകരം പരാജയങ്ങൾ നിങ്ങളെ കണ്ട് ഭയപ്പെടട്ടെ. ടാറ്റയെ പോലെ മൂല്യങ്ങളുള്ളവരാകാം, ജെയ്റ്റ്ലിയെ പോലെ അറിവുള്ളവരാകാം. നിങ്ങളുടെ പക്കൽ പണമില്ലായിരിക്കാം, പിന്തുണയില്ലായിരിക്കാം, പക്ഷേ ടാറ്റയെ പോലെ ഉറച്ച ഒരു മനസ്സും ജെയ്റ്റ്ലിയെ പോലെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും ഒരു വലിയ വിജയത്തിൻ്റെ തുടക്കമാകട്ടെ. വീഴുന്ന ഓരോ തവണയും അതിശക്തമായി തിരിച്ചു വരിക. കാരണം സാധാരണക്കാരനായിരിക്കാനല്ല, അസാധാരണമായ വിസ്മയങ്ങൾ തീർക്കാനാണ് നിങ്ങൾ ജനിച്ചത്.